വൺ ഡേ ട്രിപ്പ് ടു ഗോവ ഫ്രം കൊച്ചി. കേൾക്കുമ്പോൾ വട്ടാണെന്ന് തോന്നും, പക്ഷേ ആ വട്ടിൻ്റെ പേരാണ് നിങ്ങൾ ഈ സ്ക്രീനിൽ കാണുന്നത്, ക്രിസ്ത്യാനോ റൊണാൾഡോ. അൽ നാസർ വേഴ്സസ് FC ഗോവ മാച്ച് പ്രഖ്യാപിച്ച അന്ന് തന്നെ തീരുമാനിച്ചു, എന്ത് വന്നാലും വേണ്ടില്ല, മാച്ച് കണ്ടേ തീരുള്ളൂ. എൻ്റെ ഭാര്യയുടെ ഭാഷയെ പറഞ്ഞാൽ റൊണാൾഡോയും വരുന്നില്ല, ചുമ്മാ പട്ടി ചന്തയ്ക്ക് പോകുന്ന പോലെ പോവുക. പക്ഷെ അവൾക്കറിയില്ലല്ലോ നമ്മൾ എത്ര വർഷമായിട്ട് ആ മനുഷ്യനെ ഒന്ന് കാണാൻ ആഗ്രഹിച്ചിരിക്കുകയാണെന്ന്. അതുകൊണ്ട് 1% പോലും നമുക്ക് ചാൻസ് എടുക്കാൻ പറ്റില്ല. രണ്ടും കൽപ്പിച്ച് ടിക്കറ്റ് ബുക്ക് ചെയ്തു. എറണാകുളം സൗത്ത് റെയിൽവേ സ്റ്റേഷനിലേക്ക് ഒരു ഊബർ ബുക്ക് ചെയ്തു. റിച്ചാർഡായിരുന്നു വന്നത്. റിച്ചാർഡ് ഒരു കട്ട റൊണാൾഡോ ഫാനാണ്. ആൾ നമുക്കൊരു ഓൾ ദ ബെസ്റ്റ് ഒക്കെ തന്നിട്ടാണ് വിട്ടത്. ഈ യാത്ര ഞാൻ ചെയ്യുന്ന ഒറ്റയ്ക്കല്ല, എൻ്റെ കൂടെ സഖാവ് വർക്കിയുമുണ്ട്. കറകളഞ്ഞ കമ്മ്യൂണിസ്റ്റുകാരനും തികഞ്ഞ ഈശ്വരവിശ്വാസിയും എന്നാൽ ഇടിക്കട്ട ക്രിസ്ത്യാനോ ഫാനുമാണ് നമ്മുടെ വർക്കി. കുറേ കാലത്തിന് ശേഷമാണ് നമ്മൾ രണ്ടാളും സ്ലീപ്പർ ക്ലാസ്സിൽ ട്രാവൽ ചെയ്യുന്നത്. കുറച്ച് നാളുകളായിട്ട് ഞങ്ങൾ തേർഡ് AC മാത്രമാണ് ചൂസ് ചെയ്യാറ്. അതിൻ്റെ കാരണം എന്താണെന്ന് ഇപ്പോൾ വർക്കി പറയും. എൻ്റെ ഭാര്യയും എപ്പോഴത്തെയും പോലെ ഒരു വാരണമായാലും സൂര്യ മൊമെൻ്റ് പ്രതീക്ഷിച്ചുകൊണ്ടാണ് നമ്മൾ ട്രെയിനിലെ കമ്പാർട്ട്മെൻറ്റിലേക്ക് കയറുന്നത്. എന്നാൽ എല്ലായ്പ്പോഴും പോലെ തന്നെ ഇത്തവണയും മാമഴ പോയിട്ടൊരു ചാറ്റൽ മഴ പോലും ഉണ്ടായിരുന്നില്ല. ഇതാണ് ഏബൽ നമ്മുടെ സെയിം കമ്പാർട്ട്മെൻറ്റിലാണ്. ഏബൽ മംഗലാപുരത്ത് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. കളി കാണാൻ വരാൻ അതിയായ ആഗ്രഹമുണ്ടെങ്കിലും ഇപ്പോൾ വീട്ടിൽ പേടിച്ചിട്ട് ഏബൽ വരുന്നില്ല. ഏബൽ ഒരു കട്ട ക്രിസ്ത്യാനോ ഫാനാണ്. ഇതാണ് അതുലും നമ്മളെപ്പോലെ തന്നെ FC ഗോവ അൽ നാസർ മാച്ച് കാണാൻ വന്നതാണ്. ആൾ ഒരു ഹാർഡ് കോർ ക്രിസ്ത്യാനോ ഫാനാണ്. ഇതുപോലുള്ള ഒരുപാട് ആൾക്കാരെ ഈ യാത്രയിൽ പരിചയപ്പെടാൻ സാധിച്ചു. മീൻ വൈൽ ട്രെയിനിൽ പരിചയപ്പെട്ട എല്ലാവരെയും കൊണ്ട് തന്നെ ഞാൻ നമ്മുടെ മാഡ് കമ്പനി പേജ് ഫോളോ ചെയ്തു. എല്ലാവരും നമ്മുടെ വീഡിയോ ഒക്കെ കണ്ട് എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു. അത് കണ്ടപ്പോൾ ഒരു സന്തോഷം. രാവിലെ എണീറ്റ് നോക്കുമ്പോൾ ട്രെയിൻ മുരുടേശ്വരം എത്തിയിരുന്നു. പുറത്തേക്ക് നോക്കിയപ്പോൾ നല്ല കിഡിലൻ വ്യൂ. അങ്ങനെ ഉച്ചയോടുകൂടി നമ്മൾ ഗോവയിലെത്തി. ഇനി ബാക്കി ഗോവയിലെ കാഴ്ചകൾ നമുക്ക് അടുത്ത വ്ലോഗിൽ കാണാം. അപ്പം സി യു.